സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ ആക്റ്റീവ് കോവിഡ് രോഗികളുടെ എണ്ണം ഇന്നലെ 43,563 ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് 15% കേസ് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 മാസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വ്യാപന നിരക്കാണ് ഇപ്പോൾ ഉള്ളത്. വാക്സിനേഷൻ ക്യാമ്പയിൻ ശക്തമായി നടക്കുന്നുണ്ട്. പരമാവധി വേഗത്തിൽ എല്ലാവരിലും വാക്സിൻ എത്തിക്കാനാണ് ശ്രമം. വാക്സിനെതിരെ ചിലർ നടത്തുന്ന പ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി ചിലരെങ്കിലും വാക്സിൻ എടുക്കുന്നത് കോവിഡ് വരുത്തുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ട്. അതിലൊരു സംശയവും വേണ്ട, അത് തീർത്തും തെറ്റായ കാര്യമാണ്. വാക്സിനേഷൻ എടുത്തു എന്നതുകൊണ്ട് ഒരാൾക്കും കോവിഡിൽ നിന്ന് പെട്ടെന്നൊരു സംരക്ഷണം നേടുന്നില്ല. ആദ്യ ഡോസ് വാക്സിൻ എടുക്കുന്നവരിൽ ഏകദേശം പകുതി പേർക്ക് മാത്രമാണ് രോഗപ്രതിരോധം കൈവരിക്കാനാവുക എന്നാണ് കണക്കാക്കുന്നത്. അതിന് തന്നെ 2 ആഴ്ചയോളം സമയമെടുക്കുമെന്നും കരുതുന്നു. 70 മുതൽ 80% വരെ രോഗത്തിൽ നിന്നും സുരക്ഷ ലഭിക്കണമെങ്കിൽ 2 ഡോസും എടുത്ത് 14 ദിവസങ്ങൾ കൂടെ കഴിയണം. അതായത് ആദ്യ ഡോസ് കഴിഞ്ഞുള്ള 28 ദിവസവും രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞുള്ള 14 ദിവസവും കൂടി കഴിഞ്ഞാലേ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള പ്രതിരോധം ലഭ്യമാകും. അതുകൊണ്ട് കോവിഡ് വാക്സിൻ എടുത്തു എന്ന ധൈര്യത്തിൽ മറ്റ് രോഗപ്രതിരോധ മാർഗങ്ങളെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ രോഗം വന്നേക്കാം. രോഗവ്യാപനത്തിനും അത്തരം പ്രവണതകൾ കാരണമാകും. അതുകൊണ്ട് മാസ്കുകൾ ധരിക്കുക, കൈകൾ ശുചിയാക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, ഇത്തരത്തിൽ രോഗവ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള ജാഗ്രത നാം തുടരുക തന്നെ വേണം. അതുപോലെ കോവിഡ് വാക്സിൻ എടുക്കുന്ന ആളുകളിൽ കുറച്ചു പേർക്ക് അന്നോ തൊട്ടടുത്ത ദിവസമോ ശരീരക്ഷീണം, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. വാക്സിൻ കുത്തിവെക്കുന്നതിനെ തുടർന്ന് രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായി ശരീരത്തിൽ പ്രത്യക്ഷമാകുന്ന ലക്ഷണങ്ങളാണവ. അവ കോവിഡിൻ്റെ ലക്ഷണങ്ങളല്ല എന്നതും തിരിച്ചറിയണം. സാധാരണഗതിയിൽ 1-2 ദിവസങ്ങളിൽ ആ ബുദ്ധിമുട്ടുകൾ മാറും. ലക്ഷണങ്ങൾ അല്പം നീണ്ടുപോവുകയോ കൂടുകയോ ചെയ്യുന്നുവെന്ന് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കാണിക്കേണ്ടി വരും. 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് സംസ്ഥാനത്ത് ഇതുവരെ വാക്സിൻ നൽകി.
അവർക്കൊന്നും തന്നെ കാര്യമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അനാവശ്യമായ ആശങ്കകൾ ആരിലും ഉണ്ടാകേണ്ടതില്ല. എല്ലാവരും വാക്സിൻ സ്വീകരിക്കാൻ മുന്നോട്ട് വരണം. ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്വമേധയാ ഏറ്റെടുത്ത് രംഗത്ത് വന്ന ഒരു കൂട്ടരെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അത് മറ്റാരെക്കുറിച്ചുമല്ല, കേന്ദ്ര ഏജൻസികളെക്കുറിച്ച് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അവയിൽ ചിലതിൻ്റെ ആക്രമണോത്സുകതയ്ക്ക് ആക്കം കൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കിഫ്ബിക്കെതിരെ നടത്തുന്ന നീക്കങ്ങളും കസ്റ്റംസ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ ഫയൽ ചെയ്ത പ്രസ്താവനയും. കേരളത്തിനും രാജ്യത്തിനും മാതൃകയായ വികസന ബദലുയർത്തിയ കിഫ്ബിയെ കുഴിച്ചുമൂടാനാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും മനോനില കടമെടുത്ത് കേന്ദ്ര ഏജൻസി ഇറങ്ങിത്തിരിച്ചത്. അതേക്കുറിച്ച് വിശദമായി നേരത്തെ സംസാരിച്ചതാണ്. ഇപ്പോൾ കസ്റ്റംസാണ് പ്രചാരണ പദ്ധതി നയിക്കുന്നത്. കസ്റ്റംസ് കമ്മീഷണർ ഹൈക്കോടതി നൽകിയ പ്രസ്താവന ഇതിൻ്റെ പ്രത്യക്ഷ തെളിവാണ്. കഴിഞ്ഞ നവംബറിൽ ക്രിമിനൽ നിയമത്തിൻ്റെ 164-ാം വകുപ്പ് പ്രകാരം ഒരു പ്രതി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ നൽകിയ പ്രസ്താവനയിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചാണ് കസ്റ്റംസ് കോടതിയിൽ പ്രസ്താവന നൽകിയത്. കേസിലെ വിഷയം വേറെയാണ്. ജയിൽ DGP ഫയൽ ചെയ്ത ക്രിമിനൽ മിസേലിയസ് ഹർജിയാണത്. അതിന്മേലാണ് കുറേയേറെ പേരുകളും സ്ഥാനങ്ങളുമൊക്കെ എഴുതി ചേർത്ത് കസ്റ്റംസ് കമ്മീഷണർ പ്രസ്താവന നൽകുന്നത്. ഈ കേസിലാണെങ്കിൽ പ്രസ്താവന കൊടുത്ത കസ്റ്റംസ് കമ്മീഷണർ എതിർകക്ഷി പോലുമല്ല. സ്വപ്ന സുരേഷും കസ്റ്റംസ് പ്രിവെൻറ്റീവ് സൂപ്രണ്ടുമാണ് എതിർകക്ഷികൾ. എതിർകക്ഷിയല്ലാത്ത ഒരാൾ കോടതിയിൽ ഇത്തരം പ്രസ്താവന നൽകുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്. ജൂലൈ മുതൽ വിവിധ ഏജൻസികളുടെ കസ്റ്റഡിയിലാണ് സ്വപ്ന സുരേഷ്. കസ്റ്റംസ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, NIA എന്നീ ഏജൻസികളുടെ കസ്റ്റഡിയിലായിരുന്നു അവർ. ഇതിൽ ഒരു ഏജൻസിക്ക് മുൻപാകെയും പറയാത്ത മഹാകാര്യം കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? അത് ഈ പ്രസ്താവന കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കസ്റ്റംസും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും എടുത്തു പറയേണ്ടത് തന്നെയാണ്.
അവരത് പുറത്തു പറയാൻ തയ്യാറാകണം. വകുപ്പ് 164 പ്രകാരം മജിസ്ട്രേറ്റ് മുൻപാകെ നടത്തുന്ന പ്രസ്താവന സാധാരണ നിലയിൽ അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അന്വേഷണ ഏജൻസി പ്രത്യക്ഷമായോ പരോക്ഷമായോ ചട്ടം 164 പ്രകാരം ഒരു വ്യക്തി നൽകുന്ന പ്രസ്താവന വെളിപ്പെടുത്തരുത് എന്ന് കേരള ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിയമവശം ഇങ്ങനെയായിരിക്കെ കേസിൽ കക്ഷിയല്ലാത്ത കസ്റ്റംസ് കമ്മീഷണർ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളെയും സ്പീക്കറെയും അപകീർത്തിപ്പെടുത്തുക എന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമം. അതിനായി തങ്ങളുടെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ മാനസിക ചാഞ്ചല്യം അന്വേഷണ ഏജൻസികൾ മുതലെടുക്കുകയാണ്. അങ്ങനെ സമ്മർദ്ദം ചെലുത്തി എന്തെങ്കിലും പറയിച്ചാൽ അത് തെളിവുകളുടെ പിൻബലമില്ലാതെ അതുകൊണ്ട് തന്നെ മുന്നോട്ട് നീക്കാൻ കഴിയാതെ വരും. കേസിനെ പ്രതികൂലമായി ബാധിക്കും. അതെല്ലാം മറന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രസ്താവന നൽകുകയും അത് മാധ്യമങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഏജൻസി അവലംബിച്ചത്. ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിക്കും BJPക്കും ഒരുപോലെ പ്രയോജനമുണ്ടാക്കി കൊടുക്കാനുള്ള വിടുവേലയല്ലെങ്കിൽ മറ്റെന്താണ്? മറ്റൊരു കാര്യം കൂടി പറയാം. 2020 നവംബറിൽ തന്നെ ഈ രഹസ്യമൊഴിയിൽ എന്തുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും നിമിഷങ്ങൾക്കുള്ളിൽ അത് ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും പ്രസ്താവന ഇറക്കിയിരുന്നു. അവർ ഒരേ സ്വരത്തിലാണത് പറഞ്ഞത്. അതേ കൂട്ടർ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പല്ലേ, ആരോപണം വാരി വിതറി പുകമണ്ഡലമുയർത്തി പൂഴിക്കടകൻ ഇഫക്റ്റ് ഉണ്ടാക്കി കളയാം എന്നാകും ഭാവം. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പാടില്ല എന്നും ജനമനസ്സുകളിൽ വിഭ്രാന്തിയും ആശങ്കയും നിലനിൽക്കണമെന്നും BJPയും കോൺഗ്രസും ഒരുപോലെ ആഗ്രഹിക്കുന്നു. കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നതാണ് അവരുടെ പുതിയ ആയുധം എന്ന് മാത്രം. ഈ കസ്റ്റംസിൻ്റെ രീതികൾ തുടക്കം മുതൽ നാം കണ്ടതാണ്. കോൺഗ്രസ് BJP കേരളതല സഖ്യം സ്വർണ്ണക്കടത്ത് ആഘോഷിച്ചപ്പോൾ ആദ്യം വന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ്. ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചു എന്ന്
എത്ര കടുപ്പിച്ചാണ് ആരോപണം ഉന്നയിച്ചിരുന്നത്. അക്കാര്യം അന്നത്തെ കസ്റ്റംസ് ജോയിന്റ് കമ്മീഷണറോട് മാധ്യമങ്ങൾ തിരക്കിയപ്പോൾ ലഭിച്ച ഉത്തരം ഓർമ്മയില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന് സത്യസന്ധമായി പറഞ്ഞ ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എവിടെയുണ്ട്? നാഗ്പൂരിലേക്കാണ് നാട് കടത്തിയത്. കേസ് മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണ രംഗത്തുണ്ടായിരുന്ന 10 പേരെ ഒറ്റയടിക്ക് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത് എന്തിനായിരുന്നു? ഒരു അസിസ്റ്റന്റ് കമ്മീഷണറെ ഉടനെ മാറ്റിയത് എന്തിനായിരുന്നു? അന്ന് തന്നെ അത് ചർച്ച ചെയ്തല്ലേ. ഇതിൽ കൃത്യമായ ചില കളികൾ നടക്കുന്നുണ്ട്. കണ്ണടച്ച് പാല് കുടിച്ചാൽ ആർക്കും മനസ്സിലാവില്ല എന്ന ചിന്ത പൂച്ചകൾക്കേ ചേരൂ. ഇവിടെ കേന്ദ്ര വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതലയിലുണ്ട് എന്ന് നാം വിശ്വസിക്കുന്ന ഒരു സഹമന്ത്രി ഇന്നും ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു. മിഡിൽ ഈസ്റ്റിൻ്റെ ചുമതലയാണ് അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം മന്ത്രിയായതിനു ശേഷം എത്ര സ്വർണ്ണക്കടത്ത് നടന്നു എന്നതിന് വല്ല കണക്കുമുണ്ടോ? ഈ മന്ത്രി ചുമതലയിൽ വന്നതിന് ശേഷമല്ലേ നയതന്ത്ര ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് തുടങ്ങിയത്? കടത്തിയത് നയതന്ത്ര ബാഗിലല്ല എന്ന് പറയാൻ പ്രതിയെ പ്രേരിപ്പിച്ച വ്യക്തിയുമായി ഈ മന്ത്രിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നയതന്ത്ര ബാഗിലാണ് സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്ന് പാർലമെന്റിൽ ധനസഹമന്ത്രി പറഞ്ഞപ്പോൾ അതിന് വിരുദ്ധമായ നിലപാട് ഈ സഹമന്ത്രി ആവർത്തിച്ചെടുത്തത് എന്തിനായിരുന്നു? ഒരു പ്രതിയെ വിട്ടുകിട്ടാത്തതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴല്ലേ അത് വിദേശകാര്യ വക്താവിനോട് ചോദിക്കണമെന്ന് ഈ സഹമന്ത്രി മറുപടി പറഞ്ഞത്? അതേ സഹമന്ത്രി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ കസ്റ്റംസ് എന്ന വാളും ചുഴറ്റി ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ജനക്ഷേമകരമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനമനസ്സുകളിൽ ഇകഴ്ത്താൻ ഇതൊന്നും സഹായകമാകില്ല. സർക്കാരിൻ്റെ യശസ്സിനെ കരിവാരി തേക്കുക എന്ന ഉദ്ദേശം കേരള തലത്തിലുള്ള BJP കോൺഗ്രസ് സഖ്യത്തിനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനമനസ്സിൽ പിടിച്ചിട്ടുള്ള സ്ഥാനം, അതിനെ ഇകഴ്ത്താൻ ഇത്തരം ശ്രമങ്ങൾ കൊണ്ടൊന്നും ഫലമുണ്ടാവില്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണുള്ളത്. ആ വിശ്വാസം ജനങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. അതാണ് ഞങ്ങളുടെ ഉറപ്പ്. ഇവിടെ ഇത്തരത്തിലുള്ള വിരട്ടൽ കാര്യങ്ങൾ കൊണ്ട്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാകെ വിറങ്ങലിപ്പിച്ച് കളയാം എന്ന വ്യാമോഹമുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി എന്നത് തന്നെയാണ് നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളത്, ഇപ്പോഴും വ്യക്തമാക്കാനുള്ളത്, നാളെയും അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുണ്ടാവും. അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് കോവിഡ് മഹാമാരി ഈ ലോകത്തിന് നൽകിയത്. നമ്മുടെ നാടിനെയും അത് നല്ല തോതിൽ ബാധിച്ചു. നമ്മുടെ സാമൂഹ്യ ജീവിതം സ്തംഭിച്ചു. സാമ്പത്തിക മേഖല അങ്ങേയറ്റം പ്രതിസന്ധിയിലായി. എന്നാൽ ഈ വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ക്രിയാത്മകമായി എന്ത് ചെയ്യാം എന്നാണ് സർക്കാർ ആലോചിച്ചത്. ആ ആലോചനയുടെ ഫലമായാണ് 100 ദിവസങ്ങളിൽ 100 പദ്ധതികൾ എന്ന ആശയം സാക്ഷാത്കരിക്കാൻ തീരുമാനിച്ചത്. ഇത് 2 ഘട്ടങ്ങളിലായി 100 ദിന പരിപാടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയത്, വിജയകരമായി നടപ്പാക്കിയത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകും. എന്താ അതിൻ്റെ ഫലം? ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ 169 ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയോ പൂർത്തീകരിക്കുകയോ ചെയ്തത് 206 പദ്ധതികളാണ്. ഇത്തരമൊരു കാര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അതിൻ്റെ ഭാഗമായി 1,79,385 പേർക്കാണ് പുതിയ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിയത്. ക്ഷേമ പെൻഷനുകൾ ഓരോ മാസവും വർദ്ധിച്ചു. ഏപ്രിൽ മുതൽ 1,600 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സ്ഥിതിയായി. ഇപ്പോൾ 1ഉം 2ഉമല്ല 60,31,000 പേർക്കാണ് നമ്മൾ പെൻഷൻ നൽകുന്നത്. കഴിഞ്ഞ സർക്കാർ നൽകിയിരുന്നതിൻ്റെ ഏകദേശം ഇരട്ടി എന്ന് ഓർക്കണം. ഇത്തരത്തിൽ കോവിഡ് പോലൊരു അനിതര സാധാരണമായ ദുരന്തം ജനജീവിതത്തെ ബാധിക്കാതെ ഇരിക്കാൻ ഈ സർക്കാർ അർപ്പണബോധത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം എന്തായിരുന്നു ചെയ്തത്? അത് അവർക്ക് ഓർമ്മ കാണില്ലെങ്കിലും ജനങ്ങൾ മറക്കാനിടയില്ല. ഓരോ ഘട്ടത്തിലും പ്രതിപക്ഷത്തെ കൂടെ നിർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് നാടിൻ്റെ നന്മ മുന്നിൽ കണ്ടായിരുന്നു. നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട സമയമായിരുന്നു. എന്നാൽ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. ഒരുപക്ഷെ അത്തരമൊരു ഘട്ടത്തിൽ ഇത്രമാത്രം അധപ്പതിച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ മറ്റൊരു പ്രതിപക്ഷം ഈ ലോകത്ത് തന്നെ വേറെ കാണില്ല. അതിലേക്കൊന്നും ഇപ്പോൾ കൂടുതൽ കടക്കുന്നില്ല. പ്രതിപക്ഷം എന്തൊക്കെ അരുതായ്മകൾ ചെയ്താലും ഈ നാടിൻ്റെ നന്മയ്ക്കും വികസനത്തിനുമായി ഞങ്ങൾ ഉറച്ച കാൽവെപ്പുകളോടെ മുന്നോട്ട് പോകും. ഇന്ന് ഒരു സന്തോഷമുള്ള വാർത്ത പങ്കുവെക്കാനുണ്ട്.
പാലാരിവട്ടം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ്. പണി പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, ഭാരപരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തി ഗുണമേന്മയും ബലവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 8 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പണിയാണ് കേവലം 5.5 മാസം കൊണ്ട് പൂർത്തിയാക്കിയത്. അത് സാധ്യമാക്കിയ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും മേൽനോട്ടം വഹിച്ച DMRCയെയും അഭിനന്ദിക്കുന്നു. 41,70,00,000 രൂപയിൽ 70 ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് പണിത പാലം ഒറ്റ വർഷം കൊണ്ട് തകർന്നപ്പോഴാണ് കേവലം 22,80,00,000 രൂപ നിർമ്മാണ ചെലവിൽ 100 വർഷത്തെ ഉറപ്പുള്ള പാലം പാലാരിവട്ടത്ത് ഒരുക്കിയിരിക്കുന്നത്. ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകളൊന്നുമില്ലാതെ തന്നെ നാളെ വൈകുന്നേരം 4 മണിക്ക് പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. ഏറ്റെടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഏത് പ്രതിസന്ധികളുണ്ടായാലും കാര്യക്ഷമമായും വേഗതയിലും അഴിമതി കൂടാതെ പൂർത്തിയാക്കിയിരിക്കും എന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ ജനങ്ങൾക്ക് നൽകാനുള്ളത്. വിവാദങ്ങളെല്ലാം വിവാദങ്ങളുടെ വഴിക്ക് പോകും. ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് നാടിൻ്റെ വികസന കാര്യങ്ങളിലാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ കാഴ്ചവെച്ച പ്രവൃത്തിയിലൂടെ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ച അനുഭവം നേരിട്ട് ബോധ്യമുള്ള ജനങ്ങൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി തെറ്റിദ്ധരിക്കപ്പെടും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇത് കൂടുതൽ ഉറച്ച രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ പ്രബുദ്ധമായ ജനതയുടെ പ്രതികരണം ഉയർത്തുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് പിന്നീട് ഇത്തരം ശക്തികൾക്ക് തന്നെ, ആ ശക്തികൾ കേരള തലത്തിലെ കോൺഗ്രസ് BJP സഖ്യമാണ്, അവർക്ക് തിരിച്ചറിയേണ്ടി വരും എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, തിരുവനന്തപുരത്ത് ഇപ്പോൾ ആർമി റിക്രൂട്ട്മെന്റ് റാലി നടക്കുന്നുണ്ട്. അതിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേരേണ്ടതാണ്. അവരുടെ സൗകര്യാർത്ഥം മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് ദക്ഷിണ റെയിൽവേ ഉത്തരവായിട്ടുണ്ട്. ഇന്നു മുതൽ, അതായത് മാർച്ച് 6 മുതൽ മാർച്ച് 12 വരെയാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ ഓടുക. ആവശ്യമായ രേഖകൾ കാണിച്ചാൽ ടിക്കറ്റ് ലഭ്യമാകും. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായ റെയിൽവേയെ നന്ദി അറിയിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. നെഞ്ചെടുപ്പ് കൂടുമെന്ന് ഉദ്ദേശിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ശക്തികളെയും അവരെ സഹായിച്ചവരെയുമാണ്. ഈ സഹായിച്ചവർ ആര് എന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമായി വരുന്നുണ്ട്. കാരണം നാം എല്ലാം പ്രതീക്ഷിക്കുന്നത്
ഈ കേരളത്തിലെ സാധാരണ നിലക്ക് ജീവിക്കുന്ന ഏതൊരു പൗരനും നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രത ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൗരവമായി അന്വേഷിക്കണമെന്നും കുറ്റവാളികളായവരെയെല്ലാം വ്യക്തമായി കണ്ടെത്തണമെന്നുമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ, ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ കാര്യം അന്വേഷിക്കുന്നതിന്, സമഗ്രമായി അന്വേഷിക്കുന്നതിന് ഫലപ്രദമായ നടപടി വേണമെന്ന് പ്രധാനമന്ത്രിയോട് തന്നെ ആവശ്യപ്പെട്ടു. അത്തരം അന്വേഷണം ആരംഭിച്ചപ്പോൾ പിന്നീട് നമ്മൾ കണ്ടത്, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ ചിലര് ഇതിനകത്ത് പെടുന്നുവെന്ന് കണ്ടപ്പോൾ അവരെ സംരക്ഷിക്കാൻ വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ്. അവരുടെ അടുത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നുണ്ടെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് തന്നെ സ്ഥലം മാറ്റുന്നത് നമ്മൾ കണ്ടു. അതിവേഗതയിലാണ് സ്ഥലം മാറ്റം നടന്നത്. ഇതെല്ലാം സ്വാഭാവികമായും നാട്ടുകാരെ ആശ്ചര്യപ്പെടുത്തിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദപ്പെട്ട അധികാര കസേരയിലിരിക്കുന്നയാൾ എപ്പോഴും അന്വേഷണ ഏജൻസിയെ ദുർബലപ്പെടുത്തുന്ന വാദഗതികളെല്ലാം മുന്നോട്ട് വെക്കുക. പക്ഷേ ഈ കേസ് ദുർബലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ള ആളുകൾ അന്വേഷണ ഏജൻസിയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് വാദഗതികൾ മുന്നോട്ട് വെക്കാൻ തയ്യാറായത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട വിവാദം. നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വലിയ തോതിൽ ഉയർന്നു വന്നപ്പോൾ, അതിലാണ് സ്വർണ്ണക്കടത്ത് നടന്നത് എന്ന് വന്നപ്പോൾ, നയതന്ത്ര ബാഗേജ് അല്ല എന്ന് തറപ്പിച്ച് പറയാൻ ഉത്തരവാദപ്പെട്ട അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി പദവിയുള്ള ആൾക്ക് എങ്ങനെ കഴിയുന്നു? ആരെ സഹായിക്കാനായിരുന്നു അത്? ഫലമുണ്ടായി. ഈ പ്രതിക്ക് ഉപദേശം കൊടുത്തു എന്ന് പിന്നീട് വ്യക്തമായാൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. എന്താ ചുരുക്കത്തിൽ ഉണ്ടായത്? എവിടുന്നാണ് ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് ഇങ്ങോട്ട് വന്നത്? ആരാണ് കൊണ്ടുവന്നത്? ആരിലൊക്കെയാണ് അത് എത്തിയത്? ഇതിനെക്കുറിച്ച് ഇതേവരെ ഈ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താനായോ? അപ്പോ അധികാരം തെറ്റായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം? അതാണ് ഈ അന്വേഷണ ഘട്ടത്തിൽ നമ്മുടെ നാടിന് മുന്നിൽ വ്യക്തമായത്. അതിൻ്റെ ഫലമായി ഈ തെറ്റ് ചെയ്തവർ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തവർ ഇപ്പോ കയ്യും കെട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പേരുകളെല്ലാം നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരെ ആരെയും കാണാനോ ചോദ്യം ചെയ്യാനോ വരെ ഇതേവരെ ഈ പ്രബല ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പ്രബലമായ ഏജൻസികൾ ഇത്തരം കാര്യങ്ങളിൽ നിസ്സഹായമാകേണ്ടതല്ല. എന്തുകൊണ്ട് അങ്ങനെ വന്നു? അവിടെയാണ് തെറ്റായ ഇടപെടൽ അധികൃത സ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ ഫലമായാണ് ഈ തരത്തിൽ സംഭവിച്ചത്. അതേ അന്വേഷണ ഏജൻസികളെ ശരിയായ പ്രതികളെ കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ദുരുപയോഗിക്കാം എന്നതുമാണ് ഇപ്പോൾ അവര് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നാടിനു മുന്നിൽ നല്ലതുപോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്.
അന്വേഷണ ഏജൻസികളുടെ നിസ്സഹായാവസ്ഥ ഇവിടെ മനസ്സിലാക്കണം. അന്വേഷണ ഏജൻസികളെല്ലാം സാധാരണഗതിയിൽ പ്രൊഫഷണൽ ഏജൻസികളാണ്. ഒരു അന്വേഷണ ഏജൻസിയും ഇത്തരത്തിൽ പോകേണ്ടതല്ല. സാധാരണ നിലക്ക് അവര് കുറ്റവാളികളെ കണ്ടെത്താൻ ആവശ്യമായ ജാഗ്രതയോടെയുള്ള സമീപനമാണ് സാധാരണ നിലക്ക് സ്വീകരിക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദപ്പെട്ട അധികൃത കേന്ദ്രങ്ങളിൽ നിന്ന് ആ അന്വേഷണ ഏജൻസിയെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വിലക്കേർപ്പെടുന്ന നിലവന്നു. അതിൻ്റെ ഫലമായി അവർക്ക് അവരുടേതായ ഡ്യൂട്ടി ശരിയായ രീതിയിൽ നിർവഹിക്കാനാകുന്നില്ല. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നവരുടെ ചരടുവലിക്കനുസരിച്ച് നീങ്ങേണ്ടി വരുന്നു. ഒരു തരം പാവകളിയായിട്ട് മാറുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള പൊറാട്ട് നാടകം നടക്കുന്നത്. അവർ വിചാരിക്കുന്നത് നമ്മുടെ കേന്ദ്ര ഭരണകക്ഷിയുടെ വിചാരം, അതോടൊപ്പം കേരളത്തിലെ പ്രത്യേക കോൺഗ്രസ് BJP കൂട്ടുകെട്ടിൻ്റെ വിചാരം, ഇവിടെ കേരളത്തിലെ സർക്കാരിന് നല്ല തോതിലുള്ള യശസ് ഉണ്ടായിരിക്കുന്നു. ഇത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതിനെന്ത് വേണം? വലിയ തോതിൽ കേരളത്തിലെ ഗവൺമെന്റിനെ അവരുടെ പ്രതിച്ഛായ തകർക്കത്തക്ക രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം. അതിനുതകുന്ന ഒന്നായി ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ ഉപയോഗിക്കാനാകുമോ എന്ന കുരുട്ടുബുദ്ധി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കേരളതല കോൺഗ്രസ് BJP കൂട്ടുകെട്ടിനുണ്ടായി. അതിൻ്റെ ഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ ദിവസം തന്നെ പച്ച നുണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവാദപ്പെട്ട ഒരാൾ കസ്റ്റംസിൽ വിളിച്ചു എന്ന് പറയുന്ന നിലയുണ്ടായി. അത് നിങ്ങളുടെ, അതായത് മാധ്യമപ്രവർത്തകരുടെ അന്വേഷണത്തിന് മുന്നിൽ കസ്റ്റംസിലെ സീനിയറായ ഓഫീസർ തന്നെ അങ്ങനെ ഒരു വിളിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പരസ്യമായി പറഞ്ഞു. ആദ്യത്തെ നുണ അവിടെ തകരുകയായിരുന്നു. പക്ഷേ ഈ കേരളത്തിലെ കേരളതല കോൺഗ്രസ് BJP കൂട്ടുകെട്ട് അതിൽ നിരാശരായില്ല. അവർക്ക് പകയായി. ഈ ഉദ്യോഗസ്ഥനാരാണ് അങ്ങനെ പറയാൻ? ഞങ്ങൾ പറഞ്ഞതിനപ്പുറം പറയാൻ പാടുണ്ടോ? അപ്പൊ ആ കൂട്ടുകെട്ടിന്റെ ഇടപെടലിന്റെ ഫലമായി കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെന്നു. ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ആ ഉദ്യോഗസ്ഥനെ രാഖ് രാമാനം ഇവിടുന്ന് പറഞ്ഞയക്കുന്നത്. അത് ഉദ്യോഗസ്ഥർക്ക് നൽകിയ കൃത്യമായ സന്ദേശമായിരുന്നു. അതിൻ്റെ തുടർച്ചയായി കേന്ദ്ര ഭരണകക്ഷിയുമായി ബന്ധമുള്ള ചില പേരുകാർ, അവർക്കിതുമായി ബന്ധമുണ്ട് എന്ന് വന്നപ്പോൾ അതിന് നേതൃത്വം കൊടുത്തവരിലടക്കം ചിലര് ആ തരത്തിലുണ്ട് എന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. അത്തരം ആളുകളെ വഴിവിട്ട് സംരക്ഷിക്കാൻ ഈ പറഞ്ഞ കേരളതല കോൺഗ്രസ് BJP കൂട്ടുകെട്ട്
സന്നദ്ധമാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അത്തരത്തിലുള്ള വഴിവിട്ട നടപടികൾ യഥാർത്ഥത്തിൽ ഒരു ചോദ്യം ചെയ്യൽ ഘട്ടം വരെ എത്തിയിട്ടുള്ള പ്രതിയെയും പ്രതികളെയും സംരക്ഷിക്കുന്ന നിലപാട് അന്വേഷണ ഏജൻസികളിൽ നിന്നുണ്ടായപ്പോൾ ഈ പറഞ്ഞ കേരളതല കോൺഗ്രസ് BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായ ഒരാളിൽ നിന്ന് പോലും ഒരെതിർ ശബ്ദം ഉയർന്നില്ല. ആ നടപടിയെ മൗനത്തിലൂടെ അനുകൂലിച്ചു. എന്തേ അതിനിടയാക്കിയത്? BJPയുടെ താല്പര്യം മനസ്സിലാക്കാം. BJPക്ക് അവരുടെ കൂടെ നിൽക്കുന്നയാളാണ് എന്ന താല്പര്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് വഴിവിട്ട് സഹായിക്കാൻ തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ കേരളതല കൂട്ടുകെട്ടിന്റെ BJPയുടെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിന് എന്തായിരുന്നു അതിൽ താല്പര്യം? എന്തേ എല്ലാ കാര്യങ്ങളിലും പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ, അതിലൊരു നേതാവിൻ്റെയും ശബ്ദം ആ ഘട്ടത്തിൽ ആ നടപടിക്കെതിരെ ഉയരാതിരുന്നത്? അപ്പൊ ഇതെല്ലാം ഒരു ഒത്തുകളിയാണ്. ആ ഒത്തുകളിക്ക് ഒറ്റ അജണ്ടയേ ഉണ്ടായുള്ളൂ. അത് LDFനെ കരിവാരി തേക്കുക, LDFന്റെ പ്രതിച്ഛായ തകർക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒന്നും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് സാധാരണഗതിയിൽ ഒരു സർക്കാർ നാട്ടിൽ എന്ത് ചെയ്യണോ ആ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ്. നാടിൻ്റെ വികസനം നിങ്ങൾക്കത് കഴിഞ്ഞില്ല, ഞങ്ങൾക്കത് കുറെ കൂടി നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ടുണ്ട്. ഇനിയും കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മുഴുവനായി എന്ന് ഞങ്ങൾ കാണുന്നില്ല. ഇനിയും വലിയ തോതിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജനങ്ങളും അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട് ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ടു. ജനങ്ങൾ തകർന്നു പോകുന്ന ഘട്ടം വന്നു. അങ്ങേയറ്റം നിരാശരാകുന്ന ഘട്ടം വന്നു. ആ ഘട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ തയ്യാറായി. ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിന്നു. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ മഹാദുരന്തങ്ങളുടെ ഒരു നീണ്ട കാലയളവെടുത്താൽ ഈ കേരളം എന്ന സംസ്ഥാനത്ത് ഒരാളും പട്ടിണി കിടക്കേണ്ടി വന്നില്ല. ഇതല്ല നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെ സ്ഥിതി. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? അത് ജനങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങള് കരിവാരി തേക്കാൻ നോക്കുന്നത് ഈ ചെയ്തികളെയാണ്, ഞങ്ങളെയല്ല. നിങ്ങൾ എതിർക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യമാണ് കസ്റ്റംസ് കമ്മീഷണറെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കോടതിയിൽ രേഖകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രമം എന്നാണ് വിലയിരുത്തി അതിനൊപ്പം നിയമ നടപടികൾ സ്വീകരിക്കുമോ? ഈ കാര്യത്തിൽ സർക്കാരും നാളെ വ്യക്തിപരമായി എന്ത് തരത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക? സ്വാഭാവികമായും സ്വീകരിക്കേണ്ട നിയമ നടപടികൾ ഉണ്ടാകും. അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടക്കണമല്ലോ. ആ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒട്ടേറെ നിയമപ്രശ്നങ്ങളുണ്ട്. സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് നിയമപരമായ നടപടികൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ വെക്കുകയാണ്.
ഇവിടെ നമ്മൾ കാണേണ്ടത് ഏകദേശം 3 ആഴ്ചക്കാലം നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ അന്വേഷണ ഏജൻസികളുടെ അതിൽ ആദ്യഘട്ടത്തിൽ കസ്റ്റംസ് ഉണ്ട്, പിന്നീട് ED ഉണ്ട്, NIA ഉണ്ട്. ഇവരുടെ എല്ലാം കസ്റ്റഡിയിലായിരുന്നു ഈ പറയുന്ന സ്ത്രീ. അവർ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തതാണ്. അവരെ ദിവസങ്ങളോളം 3 ആഴ്ചയോളമാണ് അവരെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു. ആ ഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള ഒരു പരാമർശവും ഉണ്ടാകുന്നില്ല. എപ്പോഴും ഇതുപോലെയുള്ള കേസുകളിൽ ഇത്തരം പ്രതികൾ നൽകുന്ന ആദ്യ സ്റ്റേറ്റ്മെൻ്റാണ് അവരുടെ ശരിയായ മനസ്സ് തുറന്നു കാണിക്കുന്നത്. 19 ദിവസം കഴിഞ്ഞ് പിന്നെ ദിവസങ്ങളല്ല, ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടു. കാരണം ജൂലൈയിലാണല്ലോ ഇത് തുടങ്ങുന്നത്. നവംബറിലാണ് ഈ പറയുന്ന കസ്റ്റംസിൻ്റെ മൊഴി എന്ന് പറയുന്നത്, കസ്റ്റംസ് എടുക്കുന്ന മൊഴി. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാലും വിചിത്രമായ കാര്യങ്ങൾ കാണാൻ കഴിയും. ഞാൻ അതിൻ്റെ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരു അന്വേഷണ ഏജൻസി അവരുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി വഴിവിട്ട നടപടികൾ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് ഇനി അങ്ങോട്ടുള്ള കാലം തെളിയിക്കേണ്ടതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായി ആദ്യം അന്വേഷിച്ച ഏജൻസി NIA ആയിരുന്നു. NIAയുടെ അന്വേഷണം ഏറെക്കുറെ അവർ പൂർത്തിയാക്കുകയും ചെയ്തു. അതിനകത്ത് ഇതുപോലുള്ള ഒരു ആരോപണവും ഉയർന്നു വന്നില്ല. ഒരു തരത്തിലുള്ള ആക്ഷേപവും ഈ പറയുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരാക്ഷേപവും ഉയർന്നു വന്നില്ല. എന്നാൽ രാഷ്ട്രീയമായ ആവശ്യം വന്നു. രാഷ്ട്രീയമായ ആവശ്യം വന്നപ്പോൾ അന്വേഷണ ഏജൻസികൾ തന്നെ അവരിൽ ചിലർ സമ്മർദ്ദം ചെലുത്തുന്ന സ്ഥിതിയുണ്ടായി. ഈ കേസിൽ പ്രതികളായ ചിലർ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊരാൾ പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്കാളിത്തം ഉണ്ട് എന്ന് സമ്മതിക്കാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ വന്നാൽ കേസിൽ നിന്നേ ഒഴിവായി കൊടുക്കാം. അപ്പൊ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് സാധാരണഗതിയിൽ പറയാൻ പറ്റാത്തൊരാളോട്, അദ്ദേഹം പ്രതിയായെങ്കിലും സാധാരണ ഉദ്യോഗസ്ഥൻ, പറയാൻ പറ്റുന്ന ഒരാളല്ല അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു എന്ന വിവരം പിന്നീട് പുറത്തു വന്നു. ഇതേ പ്രതി നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം പുറത്തുവിട്ടത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. അത് അവരുടെ ശബ്ദരേഖയായിരുന്നു. അവരുടെ ശബ്ദത്തിൽ അവരുടെ മേലെ വരുന്ന സമ്മർദ്ദം, ആളുകളെ പറയിപ്പിക്കാനുള്ള ശ്രമം, ഇതെല്ലാം കൃത്യമായ രീതിയിൽ പുറത്തു വരുന്ന നിലയുണ്ടായി. എന്തുകൊണ്ട് ആ ഭാഗം അന്വേഷിച്ചില്ല? അന്വേഷണ ഏജൻസി എന്തേ ആ ഭാഗം വിട്ടുകളഞ്ഞത്? അന്വേഷണ ഏജൻസിക്ക് താല്പര്യം ഈ പറഞ്ഞ കാര്യം ഗവൺമെന്റിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നായിരുന്നു. ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പിന്നീട് വഴിവിട്ട ശ്രമം ആരംഭിക്കുന്നത് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം, നമ്മുടെ അന്വേഷണ ഏജൻസികളിൽ ചില ഉദ്യോഗസ്ഥര്
വഴിവിട്ട നീക്കങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നവരുണ്ട്. ചിലര് ധീരമായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. നിയമപ്രകാരമുള്ള നടപടികൾ മാത്രമേ സ്വീകരിക്കൂ. അല്ലാത്തതൊന്നും ആര് നിർദ്ദേശിച്ചാലും ചെയ്യാൻ തയ്യാറാകില്ല. അത്തരം ആളുകൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ നാഗ്പൂരിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ ഈ അധികൃത ഇംഗിതത്തിന് വഴങ്ങിയില്ല എന്നതിൻ്റെ പേരിൽ സ്ഥലമാറ്റം ചെയ്യപ്പെടും, മറ്റു തരത്തിൽ പീഡിപ്പിക്കപ്പെടും. എന്നാൽ അതുകൊണ്ടൊന്നും തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തില്ല എന്ന നില സ്വീകരിക്കുന്ന, തൻ്റെ ഡ്യൂട്ടിയിൽ അർപ്പണബോധത്തോടെ ഉറച്ചു നിൽക്കുന്ന ഒട്ടേറെ ഉദ്യോഗസ്ഥർ നമ്മുടെ രാജ്യത്താകെയുണ്ട്. ആ കൂട്ടത്തിൽ ചിലര് എന്താണോ മേലാവെന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതൽ ചെയ്ത് മേലാവിനെ തൃപ്തിപ്പെടുത്തി കളയാം എന്ന് ചിന്തിക്കുന്നവരും കാണും. ഇതോടൊപ്പം ഇവിടെ രാഷ്ട്രീയമായ ദുരുദ്ദേശവുമുണ്ട്. സാധാരണഗതിയിൽ അന്വേഷണ ഏജൻസിക്ക് രാഷ്ട്രീയമില്ല. എന്നാൽ അന്വേഷണ ഏജൻസിയിൽ ഉൾപ്പെട്ട ചിലർക്ക് ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യമുണ്ടാകാം. അതിൻ്റെ ഭാഗമായി ചില നടപടികൾ സ്വീകരിക്കാം. അതും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്കും ചിലർ നീങ്ങി എന്ന് കാണാൻ നമുക്ക് കഴിയും. അങ്ങനെ മാസങ്ങളോളം അവരുടെ കസ്റ്റഡിയിൽ കിടക്കുന്ന ഒരു പ്രതിയെ അവരെ നേരത്തെ പറഞ്ഞതിൽ നിന്നെല്ലാം വിരുദ്ധമായ കാര്യങ്ങൾ എന്താണോ തന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുന്നത് എന്ന് അവർ തന്നെ പരാതിപ്പെട്ടിരുന്നൊരു കാര്യം പിന്നീട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നുവെങ്കിൽ അതെങ്ങനെ പറഞ്ഞു എന്ന് നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ രീതി അറിയാവുന്ന ആർക്കും വലിയ തോതിൽ ആലോചിക്കേണ്ടി വരില്ല. അത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിലാണ് അന്വേഷണ ഏജൻസിയും അവരെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും അതോടൊപ്പം കേരളതല കോൺഗ്രസ് BJP സഖ്യവും വലിയ തോതിൽ അടിതെറ്റിപ്പോകുന്നത്. നിങ്ങളുടെ ഉദ്ദേശമൊന്നും ഇവിടെ ഫലിക്കാൻ പോകുന്നില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ കാണുന്ന ഭരണകർത്താക്കളല്ല കേരളത്തിലെ ഭരണകർത്താക്കൾ. ഈ അന്വേഷണ ഏജൻസിയിലെ വഴിവിട്ട് പ്രവർത്തിക്കുന്ന അത്തരം ആൾക്കാരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നെഞ്ചു വിരിച്ച് ഞങ്ങളത് പറയും. ആരുടെ മുന്നിലും തലകുനിക്കാതെ ഞങ്ങളത് പറയും. നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള കുതന്ത്രങ്ങൾ പയറ്റിയാലും ഈ നാട് ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല. കാരണം ഞങ്ങളുടെ ജീവിതം അവരുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഇവിടെ അവസാനിപ്പിക്കാം.